Sysbizz സോഫ്റ്റ്വെയറിൽ ബാച്ച് വൈസ് എങ്ങനെയാണ് പർച്ചേസ് ആൻഡ് സെയിൽസ് നടത്തുന്നത് നോക്കാം. ഫസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഐറ്റം മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ദെൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഐറ്റത്തിൻ്റെ നെയിം എൻ്റർ ചെയ്യാനുള്ള സ്പേസ് ആണിത്. ദെൻ കോസ്റ്റ് പ്രൈസ് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് ആണിത്. ദെൻ MRP സെയിൽസ് പ്രൈസ് സെറ്റ് ചെയ്യാം. ദെൻ ഈ ഐറ്റം സേവ് ചെയ്യാം. ഇനി ഈ ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തത് 500 റുപ്പീസാണ്. ഈ 500 റുപ്പീസിൻ്റെ ഒരു ബാച്ചായിട്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഇത് ആദ്യം സേവ് ചെയ്യാം. ദെൻ പർച്ചേസ് വിൻഡോ ഓപ്പൺ ചെയ്യാം. ഏത് ഐറ്റം ആണോ ബാച്ചായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ആ ഐറ്റത്തിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ആണിത്. അവിടെ നമുക്ക് ഐറ്റത്തിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഐറ്റം മാസ്റ്ററിൽ കോസ്റ്റ് പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആ എമൗണ്ടിൻ്റെ ഒരു ബാച്ചായിട്ടാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ആണിത്. അവിടെ ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്യാം. ഞാനിവിടെ ഒരു ക്വാണ്ടിറ്റിയാണ് എൻ്റർ ചെയ്യുന്നത്. ദെൻ സേവ് ചെയ്യാം. 500 റുപ്പീസിൻ്റെ ഒരു ബാച്ചായിട്ടാണ് ഇനി ആ ഐറ്റം ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക. അത് സ്റ്റോക്ക് റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇവിടെ ലിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കാണാം. മുൻപ് പർച്ചേസ് ചെയ്തത് ടീഷർട്ട് 500 റുപ്പീസിനാണ്. ഇനി പുതിയ ബാച്ചായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് GR റേറ്റ് 600 എന്ന രീതിയിലാണ്. അതിനുവേണ്ടി ഐറ്റം നെയിം സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുക. ദെൻ എൻ്റർ ചെയ്തതിന് ശേഷം ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാം. ദെൻ GR റേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 600 ആണ് എൻ്റർ ചെയ്യുന്നത്. ദെൻ സേവ് ചെയ്ത പുതിയൊരു ബാച്ച് ക്രിയേറ്റ് ആവുന്നതാണ്. ഈ ക്രിയേറ്റ് ചെയ്ത ബാച്ച് വിസിബിൾ ആവാൻ വേണ്ടി സ്റ്റോക്ക് റിപ്പോർട്ട് ഓപ്പൺ ചെയ്താൽ ഇവിടെ പുതിയൊരു ബാച്ചായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത ബാച്ച്. 600 റുപ്പീസിൻ്റെ പുതിയൊരു ബാച്ചായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രൈസ് ബാച്ചായിട്ട് കൊടുത്തിരിക്കുന്നത് ഓൾറെഡി ഓട്ടോ ജനറേറ്റർ ആണ്. ഇനി മാനുവലായിട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. അപ്പം അതിനായിട്ട് സെയിം ഐറ്റം തന്നെ സെലക്ട് ചെയ്ത് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് ദെൻ റൈറ്റ് ആരോയിൽ ഏതാണോ ബാച്ച് യൂണിറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യാം. ദെൻ ഈ ഒരു സ്പേസാണ് പ്രൈസ് ബാച്ച്, അതായത് നമുക്ക് മാനുവലായിട്ടൊരു ബാച്ച് നെയിം എൻ്റർ ചെയ്യാനുള്ള സ്പേസാണ്. ഞാനൊരു ബാച്ച് നെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാനുള്ള സ്പേസാണിത്. അതിനുശേഷം GR പ്രൈസ് നമ്മൾ പ്രൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 400 ആണ് ഞാനിപ്പോൾ എൻ്റർ ചെയ്യുന്ന പ്രൈസ്. ദെൻ സേവ് ചെയ്യാം. ദെൻ സ്റ്റോക്ക് റിപ്പോർട്ട് ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഐറ്റത്തിൽ 3 ഡിഫറെൻറ്റ് ബാച്ചസ് ആയിട്ട് 3 ഡിഫറെൻറ്റ് കോസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി ലാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ മാനുവൽ ബാച്ചാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അതെങ്ങനെ സെയിൽ ചെയ്യുന്ന നോക്കാം. അതിനായിട്ട് സെയിൽസ് വിൻഡോ ഓപ്പൺ ചെയ്യാം. ദെൻ ഐറ്റം നെയിം എൻ്റർ ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ. നമ്മൾ ഐറ്റം നെയിം എൻ്റർ ചെയ്യാം. ദെൻ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഏത് ബാച്ചിനാണോ സെയിൽ ചെയ്യേണ്ടത് ആ ബാച്ച് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ മാനുവലി ആഡ് ചെയ്ത ആ ബാച്ചിൽ നിന്നാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ അത് സെലക്ട് ചെയ്ത് ദെൻ എൻ്റർ ചെയ്യാം. ദെൻ ഈ ബില്ല് സേവ് ചെയ്യാം. ദെൻ സ്റ്റോക്ക് റിപ്പോർട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മാനുവൽ ബാച്ച് എലിമിനേറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ സെയിൽ ചെയ്യും തോറും ഏത് ബാച്ചിൽ നിന്നാണോ സെയിൽ ചെയ്യുന്നത് ആ ബാച്ച് റെഡ്യൂസ് ചെയ്യും. പർച്ചേസ് ചെയ്യും തോറും ഏത് ബാച്ചാണോ പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും. എങ്ങനെയാണ് ഒരു പ്രൈസ് ബാച്ചിൽ സെയിലും പർച്ചേസും ചെയ്യുന്നത്.